ദുബായിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന കട്ടപ്പന സ്വദേശി ബിനോജിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ജനകീയ സമിതി രംഗത്ത്. കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ ബിനോജ് ചികിത്സാ സഹായ നിധി രൂപീകരിച്ചു. കട്ടപ്പന നഗരസഭയിൽ അമ്പലക്കവലിൽ താമസിക്കുന്ന ബിനോജ് ബാലൻ പുത്തമ്പുരക്കൽ എന്ന യുവാവ് ദുബായിൽ വെച്ച് അസുഖബാധിതനാകുകയും അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാത്രമേ പ്രതിവിധിയുള്ളൂ എന്നുമാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇതുവരെയും അദ്ദേഹത്തിന് ബോധാവസ്ഥയിൽ തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല. ശസ്ത്രക്രിയ ദുബായിൽ അസാധ്യമായതുകൊണ്ട് രോഗിയെ എയർ ആംബുലൻസിൽ കേരളത്തിൽ എത്തിക്കുന്നതിനും തുടർ ചികിത്സകൾ നടത്തുന്നതിനും വലിയ തുക ആവശ്യമാണ്. നിസ്സഹായരായ ഭാര്യയും 2 പിഞ്ചു കുഞ്ഞുങ്ങളും മാത്രമാണ് കട്ടപ്പനയിലുള്ളത്. ഇദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് നഗരസഭയുടെ നേതൃത്വത്തിൽ ഒരു ജനകീയ സമിതിക്ക് രൂപം നൽകി. നഗരസഭാ ചെയർപേഴ്സൺ ജോയ് വെട്ടിക്കുടി ചെയർമാനും മലനാട് SNDP യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ കൺവീനറുമായി തെരഞ്ഞെടുത്ത ചികിത്സ ധനസഹായത്തിന് യൂണിയൻ ബാങ്ക് കട്ടപ്പന ശാഖയിൽ ബിനോജ് ചികിത്സാ നിധി എന്ന പേരിൽ ബാങ്ക് അക്കൗണ്ടും എടുത്തിട്ടുണ്ട്. ഈ ഒരു മാസത്തിനിടയിൽ കാര്യമായ ഒരു പുരോഗതി കാണാത്ത സാഹചര്യം എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ കേരളത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏക പോംവഴി. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവരണമെങ്കിൽ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കൊരു 30 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ കൊണ്ടുവരാനായിട്ട് കഴിയൂ. അതുകൊണ്ട് അതിന് വേണ്ട ഒരു ചികിത്സാ നിധി ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ കട്ടപ്പനയിലെ എല്ലാ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സന്നദ്ധ സംഘടനയുടെയും എല്ലാ ഭാരവാഹികളെ വിളിച്ച് നമ്മളൊരു യോഗം ചേരുകയുണ്ടായി. അപ്പോൾ ഇന്നത്തെ യോഗത്തിൽ വെച്ച് തന്നെ നമുക്ക് 10 ലക്ഷം രൂപ നമുക്ക് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഒരു 2-3 ദിവസം കൊണ്ട് ബാക്കി ആവശ്യമായിട്ട് വരുന്ന 20 ലക്ഷം രൂപയും കൂടി സമാഹരിച്ച് ഈ ആഴ്ച അവസാനത്തേക്ക് ബിനോജിനെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം ചെയ്യണം എന്നുള്ളതാണ് ഈ കമ്മിറ്റി ആലോചിച്ചിട്ടുള്ളത്. സഹാവ്യസ്ഥയിലായ ഈ കുടുംബത്തിന് തണലേകാൻ ഓരോരുത്തരുടെയും സഹായം അഭ്യർത്ഥിക്കുന്നതായി ചെയർമാൻ ജോയ് വെട്ടിക്കുടി, കൺവീനർ ബിജു മാധവൻ എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.